അമേരിക്കയിലുള്ള പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ഒരു പുരോഹിതനും ആ സഭയിലെ തന്നെ ഒരു ആത്മായനും ചേർന്നൊരിക്കൽ അവിടെ നടന്ന ഒരു സർക്കസ് പരിപാടി കാണാൻ പോയി. ഈ സർക്കസിലെ അവസാനത്തെ കലാപരിപാടി എന്നത് അഭ്യാസം അത് കത്തിയേറാണ്. ഒരു മനുഷ്യനെ ഒരു ബോർഡിനോട് ചേർത്ത് ബന്ധിച്ചിട്ട് കത്തിയെറിയുക, തലങ്ങും വിലങ്ങും കത്തിയെറിയും. അവസാനം ഈ കത്തിയെറിയുന്നാൽ കണ്ണ് മൂടിക്കെട്ടിയിട്ട് എറിയും. കണ്ണ് തുറന്നെറിഞ്ഞപ്പോഴും കണ്ണ് മൂടിക്കെട്ടി എറിഞ്ഞപ്പോഴും ബോർഡിൽ കെട്ടിയാളുടെ ശരീരത്തിൽ സ്പർശിക്കാതെ ഒരു രോമത്തിന് പോലും പ്രശ്നമില്ലാതെ ഇങ്ങനെ എറിഞ്ഞു. ഇത് കണ്ട ആത്മായൻ പറഞ്ഞു, അച്ചോ, അച്ഛൻ്റെ പ്രസംഗവും ഇതുപോലെ, ഈ കത്തിയേറ് പോലെയാണ്. ആ വ്യക്തിയുടെ ശരീരത്തിന് തട്ടുന്നില്ല, ശരീരം മുറിയുന്നില്ല, ചോര പൊടിയുന്നില്ല, മനസാക്ഷി കുത്തുണ്ടാകുന്നില്ല, രൂപാന്തരം ഉണ്ടാകുന്നില്ല, പരിണാമം ഉണ്ടാകുന്നില്ല. ഇത് തികച്ചൊരു അഭ്യാസം പോലെ. ദാറ്റ് ഈസ് ലൈക്ക് യുവർ പ്രീച്ചിങ്, ഇറ്റ്സ് നെവർ ഡ്രോയിങ് ബ്ലഡ്. രക്തമൊഴുക്കാത്ത പ്രസംഗം. ഇന്നത്തെ നമ്മുടെ ആത്മീയ മേഖലയിൽ എപ്പിസ്കോപ്പൽ എന്ന പ്രൊട്ടസ്റ്റന്റ് വ്യത്യാസമില്ലാതെ ഈ പുരോഹിതന്മാരുടെയും പാസ്റ്റർമാരെയൊക്കെ പ്രസംഗം കേൾക്കുന്ന ഇങ്ങനെയല്ലേ? ആർക്കും ഒരു രൂപാന്തരം വരുത്തുന്നില്ല. പ്രസംഗിക്കുന്നവനും പശ്ചാത്താപം ഉണ്ടാകുന്നില്ല, കേൾക്കുന്നവനും പശ്ചാത്താപമില്ലാതെ ഇങ്ങനെ എല്ലാ ഞായറാഴ്ചയും പ്രസംഗിച്ചിട്ട് എന്ത് പ്രയോജനം? പള്ളിയിൽ പോയിട്ട് എന്ത് പ്രയോജനം? വ്യക്തികൾക്ക് മാറ്റം ഉണ്ടാകാതെ ഈ ആലയങ്ങളിലെ ശുശ്രൂഷകൾ കൊണ്ട് എന്ത് പ്രയോജനം? ആർക്കോ വേണ്ടിയോ പ്രസംഗിക്കുന്നു. ഇതിനൊരു മാറ്റം വരുത്തേണ്ട ക്രൈസ്തവരെ, നമുക്കൊന്ന് മാറി ചിന്തിക്കാം.